ഷൈബു മഠത്തിൽ ഇവിടെ ശ്രീ ഷാഹു പ്രസാദ് പറയുകയായിരുന്നു എന്തുകൊണ്ടാണ് അമൃത്സർ തിരഞ്ഞെടുത്തത് എന്നതിലുള്ള കാര്യം പറയുകയായിരുന്നു. ഒപ്പം താങ്കളുടെ മറ്റു ചില വാദങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. രഞ്ജിത്ത്, അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൂടുതൽ പേര് പഞ്ചാബികളാണെന്നുള്ള വാദം എനിക്ക് ആ കണക്ക് ശരിയാവുന്നില്ല. അതായത് കുറച്ചുകൂടെ കൃത്യമായ കണക്കുള്ളത് അവസാനം വന്ന വിമാനം ഫെബ്രുവരി 16 വന്ന വിമാനം 112 പേര് അതിലുണ്ടായിരുന്നത്. അതിൽ പത്രങ്ങളിൽ വന്ന കണക്കനുസരിച്ച് സർക്കാർ ഒഫീഷ്യലായി ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പത്രങ്ങളിൽ വന്ന കണക്കനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഹരിയാനയിൽ നിന്നും 44 പേര്, ഗുജറാത്തിൽ നിന്നും 33 പേര്, പഞ്ചാബിൽ നിന്നും 31 പേര്, പിന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ നമ്പേഴ്സാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഹരിയാനയിലോ ഗുജറാത്തിലോ ആണ് ഇറക്കേണ്ടിയിരുന്നത് വിമാനം. ആ ലോജിക്കാണെങ്കിൽ പിന്നെ അമേരിക്കയിൽ നിന്ന് വരുമ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അമൃത്സർ എന്നൊക്കെ പറയുന്നത്. വളരെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിദേശയാത്രയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് വളരെ, അതായത് 20 മണിക്കൂർ അധികം യാത്രാ ദൈർഘ്യമുള്ള ഒരു യാത്രയിൽ അമൃത്സറും ന്യൂഡൽഹിയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്, ദൂരമുണ്ടെന്ന് ഈ നാട്ടിലെ സകല മനുഷ്യർക്കും അറിയാം. കാരണം വിദേശയാത്ര ചെയ്യാത്ത ഒരാളും ഇല്ലാത്ത, ഒരു കുടുംബമില്ലാത്ത നാടാണ് കേരളം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു മനുഷ്യന്മാരെ, ആളുകൾ നമ്മളെക്കാൾ സ്മാർട്ടാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങൾ പ്രധാനമായും ആദ്യം പറഞ്ഞ പോയിന്റാണ്, അതായത് ഇക്കാര്യത്തിൽ അമേരിക്ക ഒട്ടും ഡിപ്ലോമാറ്റിക് ആവാൻ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മൈക്കിൾ ബാങ്ക്സിന്റെ ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് USBP and partners successfully returned illegal aliens എന്നുള്ള പ്രയോഗമാണ്. illegal aliens to India, marking the farthest deportation flight yet using military transport. അപ്പം അതിൽ ഒരു കാര്യം, C-17 എന്ന് പറയുന്ന US ട്രാൻസ്പോർട്ട് വിമാനം ഉപയോഗിച്ചത്, അത് പാസഞ്ചർ ഫ്ലൈറ്റിന് ഉള്ള വിമാനമല്ല. നേരത്തെ മറ്റൊരാൾ പറഞ്ഞതുപോലെ സൈഡിൽ കസേരകൾ പിടിപ്പിച്ച ഒരു വിമാനമാണ്. അത് മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള വിമാനമല്ല, അല്ലെങ്കിൽ പട്ടാളക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു യാത്ര. നോക്കൂ, ഡയറക്റ്റ് ഫ്ലൈറ്റ്, ഇപ്പോൾ കൊച്ചി എന്നല്ല ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് US-ലേക്ക്. ഡയറക്റ്റ് ഫ്ലൈറ്റ് 20 മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത്. ഇത് അതിൽ കൂടുതൽ സമയം എടുത്തു, 40 മണിക്കൂർ എടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. ഡയറക്റ്റ് ആയിരുന്നില്ല, 1-2 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു യാത്രയിൽ ഈ മനുഷ്യരെ ചെങ്ങല കെട്ടി ഇരുത്തിയേക്കുക, അവർക്ക് അനങ്ങാൻ പറ്റില്ല. പിന്നെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു യാത്ര, അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയേണ്ടത്. പക്ഷേ ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞതൊക്കെ അമേരിക്കയുടെ വാദങ്ങളാണ്. അമേരിക്കക്ക് ആ വാദം പറയാം, അവർ കുറ്റവാളികളാണ്, അമേരിക്കൻ നിയമപ്രകാരം അവർ കുറ്റവാളികളാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ അവർ കുറ്റവാളികളല്ല. അപ്പം നമ്മൾ പറയേണ്ടത്, ഇപ്പം ഈ കഴിഞ്ഞ ഫ്ലൈറ്റിൽ വന്ന 2 പേര് ഇവിടുന്ന് ചില കുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അവരെ വന്നപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർ അങ്ങനെയല്ലല്ലോ. അവരെ ചില തട്ടിപ്പിൽ പെട്ടുപോയ പാവപ്പെട്ട മനുഷ്യരല്ലേ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിപ്പോയവരല്ലേ. മറ്റൊരു പോയിന്റ് പറയാം, നമ്മളതൊന്നും മറിച്ച് ചിന്തിച്ചു നോക്കിയേ. അമേരിക്കയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കുടിയേറിയ ഒരാളെ ചെങ്ങലക്കിട്ട് അവര് പിന്നെ മിലിറ്ററി ഫ്ലൈറ്റിൽ തിരിച്ചുകൊണ്ടേ ഇറക്കിയാൽ അമേരിക്ക എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഒരു വൻ ശക്തി റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അമേരിക്കൻ പൗരന്മാരെ ചെങ്ങലക്കിട്ട് തിരിച്ചെത്തിയാൽ അമേരിക്ക റിയാക്ട് ചെയ്യും. അതിനാരെങ്കിലും ധൈര്യപ്പെടുമോ? ധൈര്യപ്പെടില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പൗരനോട് അങ്ങനെ ചെയ്യാൻ അമേരിക്ക ആയാലും മറ്റൊരു രാജ്യമായാലും ഇനി ധൈര്യപ്പെടരുത്. കാരണം ഇന്ത്യ അന്തസ്സുള്ളൊരു രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യക്കൊരു വിലയുണ്ട്, മൂല്യമുണ്ട്. ആ മൂല്യം തീർച്ചയായും നരേന്ദ്രമോദിയും ശ്രീ ജയശങ്കറുമൊക്കെ കാത്തു സൂക്ഷിക്കും എന്ന വിശ്വാസത്തിലാണല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ 3 തവണ ആവർത്തിച്ച ഈ നാടകം, ഈ ഇന്ത്യയെ അപമാനിക്കാൻ കരുതിക്കൂട്ടി ട്രംപ് ഭരണകൂടം ചെയ്ത ഈ നാടകം ദയവ് ചെയ്ത് ഇനി ആവർത്തിക്കാൻ ഇടവരുത്തരുത്. ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഇക്കാര്യത്തിൽ ഡിപ്ലോമാറ്റിക് പ്രഷർ ചെലുത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. രഞ്ജിത്ത്, സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു അര മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, F-35 ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞു. F-35 സ്റ്റെൽത്ത് എന്ന് പറഞ്ഞ റഡാറുകളുടെ സൃഷ്ടിയിൽ പെടത്തില്ല എന്നുള്ളതാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത്, 5th ജനറേഷൻ. അതിനകത്ത് ഒരു കാര്യമുണ്ട്, അതൊരു വെർട്ടിക്കൽ ലാൻഡിങ് ശേഷിയും കൂടെ ഉള്ളൊരു മോഡലാണ് അതിനുണ്ട്. എൻ്റെ പോയിന്റ്, ഈ F-35 കുറിച്ച് ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് പണം ചെലവഴിച്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഒട്ടും ലാഭകരമാവാതെ വന്നൊരു പ്രോജക്റ്റാണ് F-35 ഡെവലപ്മെന്റ്. തീർച്ചയായും അത് ഷാഹു പ്രസാദിനെ അറിയാം, അദ്ദേഹം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നയാളാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ വലിയ അഴിമതി ആരോപണം അമേരിക്കയിലുണ്ട്. ഇപ്പോൾ അവർക്ക് അത് ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെക്കണം. നമ്മൾ ഇന്ത്യ സർക്കാർ അതിൽ പോയി വീണ് കൊടുക്കരുത്. അതാണ് എനിക്കുറിച്ച് പറയാനുള്ളത്. ശരി, നമുക്ക് അതൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും നന്ദി ശ്രീ ഷാഹു പ്രസാദ്, ഒപ്പം ശ്രീ GB ഹരി, ശ്രീ ജോസഫ് ആന്റണി, ഒപ്പം ശ്രീ ഷൈബു മഠത്തിൽ ഈ ചർച്ചയുടെ ഭാഗ്യമായതിന്.